മുറിയിലെത്തിയതും മധു അവൾ അകത്തേക്ക് കയറ്റി ഡോറടച്ചു. ഇവിടെ നടക്കുന്നത് പോലെ ഒന്ന് നീ അറിഞ്ഞോ മോളെ? അവർ താല്പര്യമില്ലാത്ത മട്ടിൽ അവളോട് പറഞ്ഞു. ദിയ ബാഗ് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് നെറ്റിച്ചുടിച്ച് മധുവിനെ നോക്കി. അവള് വന്നിട്ടുണ്ട്, ചുണ്ടുകൂട്ടി അവർ പറഞ്ഞു. ആര്? ടേബിളിലിരുന്ന ജഗ് കയ്യിലെടുത്ത് അതിൽ നിന്നും കുറച്ച് വെള്ളം വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് അവൾ ചോദിച്ചു. അവൾ തന്നെ, ആ മീര. ഇഷ്ടക്കേടോടെ മധു പറഞ്ഞു. ആണോ? എന്നിട്ട് എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. അവളുടെ ചോദ്യത്തിനുണ്ടായിരുന്ന താല്പര്യം മധുവിന് അത്ര പിടിച്ചിരുന്നില്ല. ഓ, അച്ഛൻ്റെ കൂടെ ഏതു നേരം മുറി കയറി അടയിരിപ്പാ, മധു പറഞ്ഞു. എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം. അവൾ ഡോറ് തുറക്കാൻ തുനിഞ്ഞതും മധു അവളെ തടഞ്ഞു. എന്തിന്? അങ്ങോട്ട് പോയി മുഖം കാണിക്കാൻ അവളാരാ? നീ അങ്ങോട്ട് ചെന്ന് മിണ്ടാനൊന്നും നിൽക്കണ്ട, കാണുമ്പോൾ കണ്ടാ മതി, മധു പറഞ്ഞു. അത് മോശമല്ലമ്മേ, നമ്മുടെ അമ്മാവൻ്റെ മോളല്ലേ. അമ്മാവൻ്റെ മോളെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കൂടപ്പിറപ്പിന് തുല്യല്ലേ. മീരേച്ചിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഒന്ന് പോയി കണ്ടു കളയാം, ദിയ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളോട് വലിയ അടുപ്പത്തിനൊന്നും നിൽക്കണ്ട. അറിയാലോ, അവളൊരൊറ്റ എത്തിയാ നിന്റെ കല്യാണം മുടക്കിയത്. അവൾ ശരിയല്ല, അധികം അടുപ്പത്തിന് പോകാതിരിക്കുന്നതാ നിനക്ക് നല്ലത്, മധു ദേശത്തോട് ഉപദേശിച്ചു. പോയി കുളിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്, ചെല്ലി, മധു പറഞ്ഞതും അവൾ ബാഗും എടുത്ത് ഡോറ് തുറന്നു. പറഞ്ഞതൊന്നും മണക്കണ്ട, അവളെ അത്ര ശരിയല്ല, മധു ഓർമ്മിപ്പിച്ചു. ഈ അമ്മ. അവൾ പെറുപെറുത്തുകൊണ്ട് സ്വന്തം മുറിയിലേക്ക് നടന്നു. കുളിക്കാൻ പോകും മുന്നേ അവൾ ഫോണൊന്ന് ചെക്ക് ചെയ്തു. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവൾ ധൃതിയിൽ കുളിച്ചിറങ്ങി. ധൃതി പിടിച്ച് വന്നപ്പോഴേക്കും കോള് കട്ടായി. അവൾ ഉത്സാഹത്തോടെ എടുത്തു നോക്കിയപ്പോൾ പരിചയമില്ലാത്തൊരു നമ്പറായിരുന്നു. അതോടെ ആ മുഖത്തെ തെളിച്ചം കേട്ടു. തിരിച്ചു വിളിക്കാനൊന്നും അവൾ മെനക്കെട്ടില്ല. കുറച്ച് കഴിഞ്ഞ് അതേ നമ്പറിൽ നിന്നും വീണ്ടും കോള് വന്നു. അവളൊന്ന് ആലോചിച്ച ശേഷം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ദിയ അല്ലേ? ഒരു പുരുഷസ്വരം കേട്ടതും അവളെ നെറ്റിച്ചുടിഞ്ഞു. നിങ്ങളാരാ? അവൾ മറുപടി കൊടുക്കാതെ ചോദിച്ചു. ഞാൻ അർജുനാണ്. അവൻ പറഞ്ഞത് ദിയ ഒന്ന് ഞെട്ടി. തന്നെ ഒഴിഞ്ഞു പോയതോ ആശ്വസിക്കുകയായിരുന്നു. അവതെ വീണ്ടും വന്നിരിക്കുന്നു. എന്ത് വേണം? അവൾ ഗൗരവത്തോടെ ചോദിച്ചു. എന്നെ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ആക്ച്വലി ഞാൻ തന്നോടൊരു അപ്പോളജി പറയാൻ വിളിച്ചതാണ്. ഇയാളുടെ അമ്മയുടെ സംസാരം ഓർക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് ഞാൻ കരുതിയത്. ബട്ട് എന്തോ ഒരു വല്ലായ്മ, അമ്മക്കൊക്കെ ഒരേ ടെൻഷൻ. അറിയാതെ തനിക്ക് ഞാനായിട്ടൊരു മോഹം തന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് ഹേർട്ടാവില്ല എന്നൊക്കെ. ഞാനായിട്ട് ഇതിലേക്ക് ഒരു പ്രതീക്ഷയും തന്നിട്ടില്ല. എങ്കിലും ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പറഞ്ഞുറപ്പിച്ച വിവാഹത്തിൽ നിന്നും പെട്ടെന്ന് പിന്മാറുന്നത് ശരിയില്ലെന്ന് അറിയാം. ഞാൻ കാരണം തനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ സോറി, അവൻ മാന്യതയോടുകൂടി പറഞ്ഞു. താങ്ക്സ്, അവൾ അതിന് മറുപടിയായി പറഞ്ഞു. ആ മറുപടിയിൽ അവൻ സംശയിച്ചു നിന്നു. താങ്ക് യു, അവൾ ആവർത്തിച്ചു. എന്തിന്? അവൻ ചോദിച്ചു. നിങ്ങളായി തന്നെ ഈ പ്രപ്പോസ് ചെയ്യുന്ന ഒഴിവായതിന്, അവൾ പറഞ്ഞു. ഞാൻ എങ്ങനെ മുടക്കുന്ന ടെൻഷനിലായിരുന്നു. ഞാനൊന്നും ചെയ്യാതെ തന്നെ നിങ്ങൾ ഒഴിഞ്ഞു തരുമെന്ന് കരുതിയതല്ല. താങ്ക് യു സോ മച്ച്, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. അർജുനൻ അന്താളിപ്പോടെ കേട്ടിരുന്നു. അപ്പോൾ ഞാൻ പിന്മാറിയില്ലാതെങ്കിൽ എന്ത് ചെയ്തനെ? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അതേതെങ്കിലും വിധനെ ഞാൻ മുടക്കിയേനെ. ഒന്നും നടന്നില്ലെങ്കിൽ കല്യാണത്തലേന്ന് ഒലിച്ചോടാൻ വരെ ഞാൻ പ്ലാൻ ഇട്ടിരുന്നു, അവൾ തമാശ പോലെ പറഞ്ഞു. ഞാൻ നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കേണ്ടിയും വന്നേനെ അല്ലേ? അവൻ ഗൗരവം വിടാതെ പറഞ്ഞു. അയ്യോ, അങ്ങനെയല്ല. എനിക്ക് വിവാഹത്തോട് താല്പര്യമില്ലായിരുന്നു. എനിക്കൊരു റിലേഷൻ ഉണ്ട്. ഇപ്പം അത് വീട്ടിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പ്രപ്പോസൽ വന്നപ്പോൾ ഞാനൊരു നോ പറയാതിരുന്നത്. അച്ഛനും അമ്മക്കും അമ്മാവനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങളെ. അധികം ഡിഫെൻസ് ചെയ്താൽ സംശയം തോന്നുന്നു വിചാരിച്ച സ്ട്രോങ് ആയിട്ടൊരു നോ പറയാതിരുന്നത്. പക്ഷേ കല്യാണത്തിന് മുന്നേ നിങ്ങളെ കണ്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ തന്നെയായി നിന്റെ പ്ലാന്, അവൾ സത്യസന്ധമായി പറഞ്ഞു. വല്ല പാവം പിടിച്ച പയ്യനാണെങ്കിൽ തീർന്നത് തന്നെ. മോൾക്ക് വേണ്ടി കൊമ്പത്തെ പയ്യനെ നോക്കി നടക്കുമ്പോൾ തൻ്റെ അമ്മ. അവൻ പറഞ്ഞത് കേട്ട് അവളുടെ മുഖം വാടിപ്പോയി. എനിവേ, എൻ്റെ പിന്മാറ്റം തനിക്ക് ഉപകാരമായല്ലോ, സന്തോഷം. തൻ്റെ അമ്മയുടെ മനസ്സ് മാറാൻ ഞാനും പ്രാർത്ഥിക്കാം. ബായ്. അവളുടെ മൗനത്തിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചെടുത്ത് അവൻ ഫോൺ വെച്ചിട്ട് പോയി. അതോടെ അവൾ നീട്ടിയൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. എന്താവുമെന്നോ എവിടെ ചെന്ന് അവസാനിക്കുമെന്നോ അറിയില്ല. പക്ഷേ ആ ഒരാളെ മറന്നൊരു ജീവിതം ഇനി അവൾക്ക് സാധ്യമല്ലെന്ന് അവനെക്കുറിച്ചുള്ള ഓർമ്മയിൽ അവൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരുന്നു. നീ ഇപ്പം എവിടെ പോവാം? വേഷം മാറി കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയ സ്ത്രീക്ക് പിന്നാലെ നടന്നുകൊണ്ട് ലക്ഷ്മിയമ്മ ചോദിച്ചു. ഞാനിപ്പോൾ വരാമേ, അമ്മ ഡോറടച്ച് അകത്തേക്ക് പോക്കോ,
ഞാൻ പെട്ടെന്ന് വരാം. ഒന്നും വിട്ടു പറയാതെ അവൻ വേഗം കാറിലേക്ക് കയറി. നീരജ മീരയെ മനസ്സിലാക്കിയോ ഇല്ലയോ എന്നൊരു സംശയത്തോടെ ഇരിക്കുമ്പോഴാണ് നീരജയുടെ ഫോണിൽ നിന്ന് കോള് വന്നത്. കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ ദേവനെന്ന് സ്വയം പരിചയപ്പെടുത്തുകയും നീരജ ഹോസ്പിറ്റലിലാണെന്നും അറിയിച്ചത്. സത്യാവസ്ഥ അന്വേഷിച്ചറിയാൻ പോയതാണെന്ന് ശ്രീക്ക് പെട്ടെന്ന് മനസ്സിലായി. വിവരം കേട്ടപ്പോൾ പോകരുതെന്ന് തോന്നിയെങ്കിലും വേഗം വരുമോ എന്നയാൾ ചോദിച്ചപ്പോൾ ഉടനെ എത്താമെന്ന് പറയാനാണ് അവന് തോന്നിയത്. എത്രയൊക്കെയായാലും തൻ്റെ മീരയുടെ അമ്മയല്ലേ, ഒത്തിരി കഷ്ടപ്പെട്ടും അപമാനം സഹിച്ചും അവൾക്ക് ജന്മം കൊടുത്ത സ്ത്രീയല്ലേ. ആ ഒരു സെന്റിമെന്റ്സിന്റെ പുറത്താണ് അവനിപ്പോൾ അങ്ങോട്ട് പോകുന്നതും. ഹോസ്പിറ്റലിന്റെ പാർക്കിങ്ങിൽ കാറ് പാർക്ക് ചെയ്ത് ദേവൻ പറഞ്ഞതനുസരിച്ച് അവൻ കാഷ്വാലിറ്റിയിലേക്ക് നടന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ നീരജ കണ്ണു തുറന്ന് കിടക്കുന്നുണ്ട്. കുറച്ചു മാറി ദേവൻ അവർക്ക് കൂട്ടിരിക്കുന്നു. നീരജ കരയുകയാണ്. ശബ്ദം പുറത്തു വരാതെ കണ്ണുകൾ നിറച്ച് തേങ്ങുകയാണ് അവർ. ഞാൻ ഇറങ്ങുന്നു. സ്ത്രീയെ കണ്ടതും ദേവൻ പോകാനായി എണീറ്റു. സ്ത്രീ തിരിച്ചൊന്നും പറയാൻ നിന്നില്ല. ഒരു മറുപടിയോ നന്ദി വാക്കോ ഒന്നും പ്രതീക്ഷിക്കാതെ ദേവൻ അവിടുന്ന് നടന്നു നീങ്ങി. ഡ്രിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീ മെല്ലെ അവിടെ അടുത്തേക്ക് നടന്നു. അവരുടെ കണ്ണുകൾ നിർത്താതെ ഒഴുകുകയാണ്. വാ പോകാം, അവൻ അവരുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. നീരജ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. ശേഷം കണ്ണുകൾ തുടച്ചിട്ട് ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. ശ്രീ, നീരജ തേങ്ങലോടെ വിളിച്ചു. അവൻ ആ വിളി കേട്ടതായി ഭാവിച്ചില്ല. വരുന്നുണ്ടോ അവൻ ചോദിച്ചു. ശ്രീ, നിനക്ക് എന്നെ ഒന്ന് കൊന്നു തരാൻ പറ്റുമോ? അപ്പോഴത്തെ മാനസിക സംഘർഷവും വിഷവും ഒക്കെയാണ് അവരെ കൊണ്ട് അങ്ങനെ ചോദിപ്പിച്ചത്. അത് ശ്രീക്കും മനസ്സിലായി. അങ്ങനെ അങ്ങ് കൊന്നു തന്നാ ഇതുവരെ ചെയ്തു കൂട്ടിയതിൻ്റെ പ്രതിഫലമൊക്കെ വേസ്റ്റായി പോവില്ലേ? ചെയ്തതിനൊക്കെ തിരിച്ചടി കിട്ടിയിട്ടേ നിങ്ങൾക്ക് ഈ ഭൂമി വിട്ട് പോകാൻ പറ്റൂ. മരിച്ചു കഴിഞ്ഞുള്ള ശിക്ഷയിൽ നിങ്ങൾ അങ്ങനെ രക്ഷപ്പെടണ്ട, അനുഭവിച്ച് തീർക്കുക തന്നെ വേണം. ഇപ്പം ഞാൻ അനുഭവിക്കുന്നത് കണ്ടില്ലേ? മീരക്കൊപ്പം സ്വന്തം കാലിൽ നിന്ന് നിങ്ങൾക്ക് സുഖമായി ജീവിക്കാമായിരുന്നില്ലേ? എന്തിനാ നരേന്ദ്രനെ ജീവിതത്തിലേക്ക് കൂട്ടി? അതാ ജീവിതത്തിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അതിൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, സന്തോഷങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ മീരയ്ക്ക് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അയാൾ ഒറ്റൊരുത്തനാ മീരയുടെ ജീവിതം നശിപ്പിച്ചത്. പിന്നൊരു തെറ്റുകൂടി നിങ്ങൾ ചെയ്തു. ആ നിളയെപ്പോലെ ഒരു പിശാചിന് ജന്മം കൊടുത്തു. അതുകൊണ്ടല്ലേ ബാക്കിയുള്ളവരൊക്കെ ഇത്രയും അനുഭവിക്കേണ്ടി വന്നത്? അവൻ അരിശത്തോടെ നീരജിയോട് പറഞ്ഞു. പിന്നെ മീരയേക്കാൾ ഈ 2 ശവങ്ങളെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചു. അത് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. നിങ്ങളന്ന് കോടതിയിൽ എന്താ വിളിച്ചു പറഞ്ഞത്? മീരയ്ക്ക് ഭ്രാന്താണെന്നോ, അവൾ മനോരോഗിയാണെന്നോ? അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഇതൊക്കെ ഓർത്ത് ഒരിക്കൽ കരയേണ്ടി വരുമെന്ന്. എന്നിട്ട് കരഞ്ഞില്ലേ? ശ്രീ അനിഷ്ടത്തോടെ ചോദിച്ചു. നീരജ തേങ്ങി കരയുകയാണ്. അതുകൊണ്ട് മരണത്തെ പറ്റി ഒന്നും ചിന്തിക്കല്ലേ. തിരിച്ചടിയൊക്കെ വാങ്ങിക്കൂട്ടി നമുക്ക് മെല്ലെ മെല്ലെ അങ്ങ് പോകാം. ഇപ്പൊ തൽക്കാലം എൻ്റെ ഒപ്പം വരാൻ നോക്ക്. അവൻ ദേഷ്യമൊന്ന് അടക്കി അവരെ വിളിച്ചു. നീരജയെ പോലെ തെറ്റിദ്ധാരണയുടെ പുറത്ത് താനും മീരയും ഒത്തിരി വേദനിച്ചിട്ടുണ്ട്. നീരജ ചെയ്ത അതേ തെറ്റ് അത്രത്തോളം വരില്ലെങ്കിലും തെറ്റിദ്ധാരണ തന്നെയാണ് തനിക്ക് സംഭവിച്ചത്. മീരയെ അവിശ്വസിച്ചുകൊണ്ട് താനും നീരജയും ഒരേ തെറ്റ് തന്നെയാണ് ചെയ്തതെന്ന് ബോധമുള്ളത് കൊണ്ടാണ് അവൻ കൂടുതലൊന്നും പറയാതെ നീരജയെ വിളിച്ചത്. അവനെന്തോ അവരോട് വല്ലാതെ ദേഷ്യം തോന്നി. നീരജ മീരയുടെ പെറ്റമ്മയല്ലേ. അവർ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ അവളെ ആരാ വിശ്വസിക്കുക? നീരജ അവൾക്കൊപ്പം നിന്നിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന അവൻ്റെ ചിന്തയാണ് നീരജയോട് അവനുള്ള വിദ്വേഷം. പിന്നെ തൻ്റെ ജീവിതത്തിൽ ഒഴിയാബാധയായി തുടരുന്ന നിളയെന്ന നീരജയുടെ മകള്. എങ്കിലും ഈ അവസ്ഥയിൽ ഇട്ടിട്ട് പോരാൻ ശ്രീയുടെ മനസ്സ് അനുവദിച്ചില്ല. നിങ്ങൾ വരുന്നുണ്ടോ? എനിക്ക് പോയിട്ട് വേറെ പണികളതാണ്. അവൻ ഗൗരവത്തോടെ പറയുന്നത് കേട്ട് നീരജ മെല്ലെ എണീറ്റു. അവൻ്റെ വാക്കുകളിൽ ഭാരം കൂടിയ മനസ്സിൻ്റെ വിങ്ങലുകൾ അടക്കിപ്പിടിച്ച് നീരജ ശ്രീക്ക് പിന്നാലെ മെല്ലെ നടന്നു. ശ്രീ അവരുടെ അവശത മനസ്സിലാക്കി അവർക്കൊപ്പം പതിയെ നടന്നു. ഇവിടെ നിന്നാൽ മതി, ഞാൻ പോയി കാർ എടുത്തിട്ട് വരാം. നീരജയെ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസിൽ നിർത്തി അവൻ പാർക്കിങ്ങിലേക്ക് ധൃതിയിൽ നടന്നു. നീരജ നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടച്ച് മാറ്റിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. അവരുടെ മനസ്സിൽ കോടതി മുറിയിൽ വെച്ചുണ്ടായ സംഭവങ്ങളായിരുന്നു. മകള് ഭ്രാന്തിയാണെന്ന് വിളിച്ചു പറയുമ്പോൾ ഞെട്ടലോടെ കണ്ണു നിറച്ച് മീര തന്നെ നോക്കിയ നോട്ടം നീരജ ഓർത്തെടുത്തു. അവൾ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും, കരഞ്ഞിട്ടുണ്ടാവും. ഓർക്കും തോറും നെഞ്ചു നോവുന്നുണ്ട് അവരുടെ. താനെന്ന അമ്മയെ അവൾ വെറുതിട്ടുണ്ടാകുമോ? തന്നെ ഒരു ശത്രുവായി കാണുന്നുണ്ടാവുമോ? പകയും വിദ്വേഷവും ഉണ്ടായിരിക്കുമോ? അവരാശങ്കപ്പെട്ടു. തന്നെ കളങ്കമില്ലാതെ സ്നേഹിച്ച ഒരേ ഒരു വ്യക്തി അവളാണെന്ന് നീരജ് ഓർത്തുപോയി. ഇത്രയും കാലം തന്നെ സ്നേഹിക്കുന്നു എന്ന് താൻ വിശ്വസിച്ചവരൊക്കെ ക്രൂരമായി തന്നെ ചതിക്കുകയായിരുന്നു. മോൾക്ക് വേണ്ടിയാണ് നരേന്ദ്രൻ എന്ന മനുഷ്യനെ നീരജ് ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്. തന്നെ സ്നേഹിക്കാനൊരു ഭർത്താവ് എന്നതിലുപരി മീരയ്ക്ക് സ്നേഹമുള്ളൊരു അച്ഛൻ. അങ്ങനെയാണ് നരേന്ദ്രനെ പറ്റി അവർ ചിന്തിച്ചിരുന്നത്. അങ്ങനെ തന്നെയാണ് നരേന്ദ്രൻ അവരെ വിശ്വസിപ്പിച്ചു.
നരേന്ദ്രൻ നീരജയുടെ മനസ്സ് മാറ്റി സ്വന്തമാക്കിയത് പോലും മീരയെ ഉപയോഗിച്ചായിരുന്നു. അവളായിരുന്നു നീരജയ്ക്ക് എല്ലാം. ആ അവസ്ഥയിൽ നിന്നും ഭർത്താവാണെല്ലാം എന്ന നിലയിലേക്ക് നീരജയെ നരേന്ദ്രൻ മാറ്റിയെടുത്തു. സ്നേഹം കൊടുത്തും വിശ്വാസം നേടിയെടുത്തും നീരജയുടെ മനസ്സിൽ നരേന്ദ്രൻ അവളുടെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുകയായിരുന്നു. ഇത്രയും കാലം നരേന്ദ്രൻ തനിക്ക് മുന്നിൽ അഭിനയിക്കുകയാണെന്ന സത്യം തിരിച്ചറിഞ്ഞതോടെ നീരജ തകർന്നു പോയി. മനസ്സിൽ ആരാധിച്ചു കൊണ്ടിരുന്ന ഭർത്താവെന്ന ദൈവത്തിന്റെ വിഗ്രഹം വീണിടിഞ്ഞു പോയി. മീരയെ കൊല്ലാകൊല ചെയ്യുകയെന്ന അയാളെന്ന തിരിച്ചറിവിൽ അവരുടെ സ്വസ്ഥത പോയി. വാ കേറി. തൊട്ടുമുന്നിൽ കാറ് കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് ശ്രീ വിളിക്കുമ്പോഴാണ് ചിന്തകളിൽ നിന്ന് ഞെട്ടിയുണർന്ന നീരജ ശ്രീയെ നോക്കുന്നത്. ഒരിക്കൽ കൂടി അവനെ കൊണ്ട് വിളിപ്പിക്കുന്നതിന് മുമ്പ് നീരജ മെല്ലെ കാറിനുള്ളിലേക്ക് കയറി. അവരുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ശ്രീ ചോദിക്കണോ വേണ്ടയോ എന്ന് ദീർഘനേരം ആലോചിച്ച ശേഷം നീരജ അവനെ വിളിച്ചു. അവൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഗൗരവത്തിലൊന്ന് മൂളി. ഞാൻ കോടതിയിൽ പറഞ്ഞ മൊഴി കാരണം മീരയ്ക്ക് എന്തെങ്കിലും